എത്ര പെട്ടെന്നല്ലേ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ കടന്നു പോയതല്ലേ. ഈ ഒരു 2026 ജനുവരി തുടങ്ങിയത് മാത്രമല്ലേ ഓർമ്മയുള്ളൂ. എത്ര പെട്ടെന്നാണല്ലേ ഇപ്പോൾ ഇതേ ജൂൺ ആകുന്നു. മക്കളൊക്കെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ സ്കൂളിലൊക്കെ വീണ്ടും പോയി തുടങ്ങും. മഴക്കാലം വരും. പാവം അവരൊക്കെ മഴയൊക്കെ നനഞ്ഞു പോകുന്നതും ഒക്കെ കാണുമ്പോഴത്തേനും ഒരു വിഷമവും കാര്യങ്ങളൊക്കെ വരും അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് മക്കളുടെ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും ഒക്കെ ഒന്ന് പൊതിയാൻ വേണ്ടിയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം LKG ആളുടെ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും ഒക്കെ പൊതിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് മോൻ്റെ പൊതിയാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ബ്രൗൺ പേപ്പർ എല്ലാം എടുത്ത് റെഡി ആയിരിപ്പുണ്ട് കേട്ടോ. ഒരുപാട് നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും ഒക്കെ ഉണ്ട് കേട്ടോ പൊതിയാൻ വേണ്ടി. അന്നേരം ഞാൻ ഈ ഒരു സ്കെയിൽ കഴിഞ്ഞ ദിവസം തപ്പി തന്നിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ വെറുതെ പോയി അവിടെ നോക്കിയപ്പോഴത്തേനും അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സ്കെയിൽ അതാകുമ്പോൾ നല്ല ഷാർപ്പായിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് കീറി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറേ ബ്രൗൺ പേപ്പർ ഒരു ഏകദേശം ഓരോ അളവിന് വേണ്ടി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് നോട്ട്ബുക്കെല്ലാം എടുത്ത് പൊതിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. എന്നിട്ട് ഞാനിതെല്ലാം കണ്ടിട്ട് എൻ്റെ കിളി മൊത്തം പോയിരിക്കുന്ന അവസ്ഥയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ കറി വെക്കാനുണ്ട്, ഇളയാൾ ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് വരുന്നുണ്ട്, അതിനെ നോക്കണം. ഇതെല്ലാം കൊണ്ടും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും ഒക്കെ ഒന്ന് എണ്ണി നോക്കുമായിരുന്നു കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു കേട്ടോ പൊതിയാൻ വേണ്ടി. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ തന്നെ പൊതിഞ്ഞില്ലെങ്കിൽ ഒന്നും ശരിയാകൂല കേട്ടോ. കാരണം വേറൊന്നുമല്ല, സ്കൂൾ തുറന്ന് 2 ദിവസം കഴിയുമ്പോഴത്തേന് ഇതെല്ലാം കൊണ്ട് ഇവർക്ക് സബ്മിറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും ഒക്കെ അവർ കൊടുത്തു വിടുകയുള്ളൂ കേട്ടോ ടീച്ചേഴ്സ്. അതൊരുപാട് നല്ല ഒരു കാര്യമാണ് കേട്ടോ. കാരണം കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും ഭാരങ്ങളൊന്നും അധികം ചുമക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇളയാൾ കഴിഞ്ഞ ദിവസം കുളവി കുത്തി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു മുറിവുണ്ടായിരുന്നു കേട്ടോ. അത് എന്നെ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെയാണെന്നൊക്കെ പറഞ്ഞ് ആളാണെങ്കിൽ ഞാൻ പൊതിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുക, ബ്രൗൺ പേപ്പറെല്ലാം കീറിയിട്ടിരിക്കുന്നതിൽ നിന്ന് ഓരോന്നും എടുത്ത് ഇങ്ങനെ അവിടെ എല്ലാം നിരത്തി ഇടുക, ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ ഒരുപാട് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ ഭയങ്കര ടെൻഷനാവും എനിക്ക് ഒന്നും എത്താത്ത പോലത്തെ ഒരു ഇതാണ് എനിക്ക്. അങ്ങനത്തെ ഒരു എന്താണ് പറയേണ്ട അതിന്, ആ ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ അതായത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ. പിന്നെ അത് മോള് പിന്നെ അതെല്ലാം കഴുകി തന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അടുക്ക വന്നിട്ട് പറയണം, അമ്മ പാത്രം എല്ലാം കഴുകി ഇനി ഞാൻ കുളിക്കാൻ പോകാമെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഞാനൊരു താങ്ക്യും പറഞ്ഞ് പോയി കുളിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു കേട്ടോ. ഇനി ഞാൻ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്ന കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ബോറടി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇനി പെട്ടെന്ന് ഇതെല്ലാം ഒന്ന് പൊതിഞ്ഞിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഞാൻ ആ ഒരു ഇടവേളയ്ക്ക് എടുത്തിട്ട് നേരെ പോയിട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ നടത്തിയില്ലെങ്കിൽ ഇത് ഒന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോഴത്തേനും ഞാൻ പെട്ടെന്ന് ഒരു വെള്ളരിക്ക എടുത്ത് അരിഞ്ഞ് ഞാൻ അതൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ച് തേങ്ങയെല്ലാം ചിരണ്ടി നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് മീൻകറിയും വെക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ മീൻകറിക്ക് തേങ്ങ അങ്ങ് അരയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മീൻകറിക്ക് നന്നായിട്ട് തേങ്ങയെല്ലാം അരച്ചിട്ട് പെട്ടെന്നൊരു മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മീൻകറിക്ക് അരപ്പെല്ലാം ഇട്ടിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേനും ഞാൻ മീനെല്ലാം ഇറക്കിയിട്ട് പെട്ടെന്ന് മീൻകറി വെച്ചു കേട്ടോ. അങ്ങനെ ഞാൻ മീൻ വറക്കാറുണ്ടായിരുന്നു. അതും ഒരു മുളകും മഞ്ഞളും നമ്മുടെ കുരുമുളക് പൊടിയും എല്ലാ മസാലകളെല്ലാം ഇട്ടിട്ട് ഞാനത് പെട്ടെന്ന് അതും വറക്കാൻ വെച്ചിട്ട് നമ്മുടെ വെള്ളരിക്ക അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോൾ തന്നെ എൻ്റെ മൊബൈലിൻ്റെ സ്പേസ് തീർന്നു പോയി. അങ്ങനെ ഇതെല്ലാം തിളയ്ക്കുന്ന നേരം കൊണ്ട് പെട്ടെന്ന് നമ്മുടെ തേങ്ങ ചിരണ്ടിയിട്ട് നമ്മുടെ കറികൾ എല്ലാം റെഡിയാക്കി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ബാക്കി പൊതിയാനുള്ളതും കൂടെ പൊതിയണം എനിക്ക്. അപ്പോൾ ഞാൻ നിങ്ങളെ പെട്ടെന്ന് കറികളൊക്കെ ഒന്ന് കാണിക്കട്ടെ. ഇതാണ് നമ്മുടെ വെള്ളരിക്കായും മോരും കൂടെ ഞാൻ ചാറ് വെച്ചത്. പിന്നെ നമ്മളുടെ ഇതുണ്ടായിരുന്നു, ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും പെട്ടെന്ന് റെഡിയാക്കി. പിന്നെ നമ്മളുടെ മീൻകറി, അതായത് തേങ്ങ അരച്ച് പെട്ടെന്ന് വെക്കാൻ പറ്റിയൊരു മീൻകറി ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാം കറി കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഭംഗിയും കാര്യങ്ങളും. അപ്പോൾ ടേസ്റ്റും ഒട്ടും കുറവില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ വീണ്ടും പൊതിയാൻ വേണ്ടി പോയിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റത്തെ ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ ഇത്. ഈ ഒരു ഭാഗം കണ്ടപ്പോൾ എനിക്ക് മനസ്സിന് എന്തെന്നില്ലാത്ത ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. ഇപ്പോൾ ഇതും കൂടെ പൊതിഞ്ഞ് കഴിയുമ്പോഴത്തേനും എൻ്റെ എല്ലാ ജോലിയും തീരുമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. ഇത് മോൻ്റെ ഫ്രഞ്ചിൻ്റെ നോട്ട്ബുക്കാണ് കേട്ടോ നിങ്ങളെ ഞാനിപ്പോൾ കാണിച്ചത്. അങ്ങനെ അതും കൂടെ ഞാൻ പൊതിയാൻ വേണ്ടിയിരുന്നു കേട്ടോ. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ സ്റ്റാപ്ലറും കൂടെ അടിക്കണം കേട്ടോ. അന്നേരം ഞാനാണ് വിയർത്ത് കുളിച്ചൊരു പരുവായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഫാനൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ നമ്മൾ കീറിയിട്ടിരിക്കുന്ന പേപ്പറെല്ലാം മൊത്തം പറന്ന് അവിടെ എല്ലാം ആവുമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു ചെറിയ ഫാനാണ് കേട്ടോ അവിടെ കൊണ്ടുവച്ചത്. അതാകുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് നേരെ നമ്മുടെ ദേഹത്തോട്ട് കാറ്റടിക്കുമല്ലോ. അങ്ങനെ നമുക്ക് അധികം ചൂടെടുക്കാതിരിക്കുമല്ലോ. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇളയാൾ എൻ്റെ അടുക്ക് ഓരോ പ്രശ്നത്തിനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതൊന്നും വീഡിയോ കാണത്തിലാണ്, നിലത്താണ് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഇതും കൂടെ ഒന്ന് പൊതിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് സ്റ്റാപ്ലർ അടിക്കണം കേട്ടോ. ഇതും കൂടെ ഒന്ന് സ്റ്റാപ്ലർ അടിച്ച് കഴിഞ്ഞാലേ ഉള്ളൂ ഇതെല്ലാം അവിടെ ഇരിക്കും. പിന്നെ നെയിം സ്ലിപ്പും കാര്യങ്ങളൊക്കെ സ്കൂളിൽ കൊണ്ട് കൊടുക്കാൻ പറയുന്നതിൻ്റെ തലേ ദിവസം ഇതെല്ലാം കൂടെ ഒട്ടിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ബിനുവേട്ടൻ വന്നിട്ട് പേരൊക്കെ എഴുതി കൊടുത്തോളും കേട്ടോ എല്ലാവരുടെയും. അതുകൊണ്ട് പിന്നെ ആ ഒരു ഭാഗം എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ.
അങ്ങനെ ദേ ഇളയാൾ എന്തൊക്കെയോ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഇങ്ങനെ കയറും അതിൻ്റെ അറ്റം എഡ്ജ് ഉണ്ടോ, അതാണ് ഇംഗ്ലീഷ് ആണെന്ന് തോന്നുന്നു. തീർത്തിട്ട് എനിക്ക് വന്നു അത് തീർത്തല്ല ചാപ്റ്റേഴ്സ് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഇറക്കി അല്ല എൻ്റെ കയ്യിലോട്ട് തന്നത് അല്ല ഉണ്ടായിരുന്നു. അങ്ങനെ മോന് ഈ ഒരു നെയിം സ്ലിപ്പാണ് കേട്ടോ വാങ്ങിയത്. കാരണം എന്താണെന്നറിയോ, മോൻ ഇങ്ങനെ പടം ഉള്ളതൊന്നും ഇഷ്ടമല്ല. അതായത് ഇങ്ങനത്തെ ഈ കാർട്ടൂൺ പടങ്ങളെ, കാറ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. ആൾക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടിരിക്കുന്നൊക്കെയാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് ഈ ഒരു നെയിം സ്ലിപ്പാണ് കേട്ടോ ആൾക്ക്. പിന്നെ മോൾക്ക് വാങ്ങിയ BTSൻ്റെ നെയിം സ്ലിപ്പും പിന്നെ ബ്ലാക്ക് പിങ്കിൻ്റെയും BTSൻ്റെയും കൂടെ വാങ്ങിച്ചു. ഞാൻ പറഞ്ഞ അതിനകത്ത് BTSലെ എനിക്കും കൂടെ തരാൻ പറഞ്ഞു കേട്ടോ. എനിക്ക് ആ BTSലെ ചെക്കന്മാരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇവിടെ ഒരു സൂത്രം കാണിക്കണം നിങ്ങളെ. ഇവരൊരു ഇത് വാങ്ങിയാൽ എന്തറിയോ, നമ്മുടെ നൂഡിൽസ്. ഇതേ എവിടെയല്ലേ കട്ടിലല്ലേ വെള്ളോട്ട് പറഞ്ഞിട്ട് എന്തിനാ. ഇവിടെ ഒരു നൂഡിൽസ് വാങ്ങിയായിരുന്നു. പക്ഷെ അതിനകത്ത് നമ്മുടെ ജിന്നാണ് ഇരിക്കുന്നത്. നമ്മുടെ നൂഡിൽസ് കഴിക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ആ നൂഡിൽസ് ഇപ്പോഴും ഞാനത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചത് ജിന്നായോണ്ട് ഇത് അതുപോലെ തന്നെ പാക്ക് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. അതിൻ്റെ ഡേറ്റൊക്കെ കഴിഞ്ഞായിരിക്കും. 5/2026. നമ്മൾ 2025 വാങ്ങിയ നൂഡിൽസാണ് കേട്ടോ. ഈ കൊറിയൻ നൂഡിൽസ് ഇല്ലേ ജിന്നിൻ്റെ. പക്ഷെ ഞാൻ ആ ജിന്നായതുകൊണ്ട് ഞാനത് കളഞ്ഞിട്ടില്ല. അത് ഇപ്പോഴും ഇങ്ങനെ ഇരിക്കേണ്ടത്. ഇതെനിക്ക് വേണം. ഇത് അത് വരാം. ഇതൊക്കെ ഇവിടെ മുകളിൽ വെച്ചത് I love BTS എന്ന് എഴുതി എനിക്ക് വേണം. ഇത് വേണം BTS ആർമി. പിന്നെന്താണ് I love BTS. ഇതൊക്കെ ഞാൻ അടിച്ചു മാറ്റിയെടുത്തു. ബ്ലാക്ക് പിങ്ക് എനിക്ക് വേണ്ട. തരൂല. ഇത് ബ്ലാക്ക് പിങ്ക് BTSലല്ലേ. ഇതാരാന്ന് ചേച്ചി എടുത്തു. ഇത് മറ്റേ ജങ്കോക്ക്. ഇവർക്ക് പഠിക്കുന്ന ഒന്നും ആ പേരെല്ലാം പേരറിയാം കറക്റ്റായിട്ട്. എന്ന് പറഞ്ഞാൽ BTSലെ ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞു. ജേഹോപ്പ്, ജിന്ന്, ജിമിൻ, പിന്നെ ജങ്കോക്ക്, ഷുഗ, RM, ഒരാളുടെ പേര് എന്താ, വി 7 പേര് എല്ലാവരും. പിന്നെ ആ മറ്റൊന്നും കൂടെ ഒന്ന് പറഞ്ഞേ, ട്രല്ലല്ല. ഏതൊക്കെയാണോ ഇവർക്ക് ഒന്നും വേണ്ട. തോത്തോണ്ട് പറഞ്ഞേ, അവിടെ ഇത് പറ. ട്രല്ലല്ലോ പറഞ്ഞേ, ട്രല്ലല്ല കൊക്കർഡീനോ ബമ്പർഡീലോ എന്താ ബല്ലാറീന കാപ്പുച്ചീന. അപ്പൊ പറഞ്ഞില്ലേ ഇവർക്ക് ഇതൊക്കെ അറിയാൻ അങ്ങോട്ടൊന്നും പറയുന്നു. അങ്ങനെ കൊണ്ടുവച്ചു. ഇതൊക്കെ എനിക്ക് തരിക, അതൊക്കെ എനിക്ക് തരിക. ഇത് അപ്പൂൻ്റെ. അങ്ങനെ നെയിം സ്ലിപ്പ്. ഇതെല്ലാം ഒന്നുമില്ല, ചുമ്മാ സ്റ്റിക്കർ നമ്മളെ എഴുതുന്ന പ്ലെയിന്. അതെവിടെയാ ഈ തോത്തയ്ക്ക് നെയിം സ്ലിപ്പ് ഒന്നും വാങ്ങിയിട്ടില്ല. തോത്തയ്ക്ക് വാങ്ങിക്കണം. അതുപോലെ JCBയോ കാറോ ബൈക്കോ എയറോപ്ലെയിനോ ഒക്കെ ഉള്ളത് നോക്കി അവന് വാങ്ങിക്കണം. അപ്പോൾ നമ്മളുടെ ബുക്ക് പൊതിയൽ 2 പേരുടെ കഴിഞ്ഞു. ഇനി ഒരാളും കൂടെ ഉണ്ട് പൊതിയാൻ വേണ്ടി. നമ്മളുടെ പൊതിയലുകളെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഒരു കോലത്തിൽ കിടക്കുന്നത് അതൊക്കെ നോക്കി. ഇതെല്ലാം ഇനി തൂത്തുവാരി കളയണം. അത് മോള് ചെയ്തു തരും. ഇതെല്ലാം പേപ്പറും കാര്യങ്ങളൊക്കെ കിടക്കും കേട്ടോ. ഇതെല്ലാം ഇനി നമുക്ക് വൃത്തിയാക്കി എടുക്കണം. ഇവിടെ ഒരാൾ കളിക്കുന്നതാണ് ഞാൻ പറഞ്ഞ ടോയ്സ് കേട്ടോ. ഇതിങ്ങനെ മൊത്തം മാഗ്നറ്റാണ് കണ്ടോ. ആളിങ്ങനെ ഇത് ഇങ്ങനെ വെച്ച് ഓരോന്നും ഉണ്ടാക്കും. അത് ഇത് നോക്കിയിട്ട് ആളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കുഞ്ഞുങ്ങളുടെയൊക്കെ ബുദ്ധിയൊക്കെ വർക്കൗട്ട് ആകാൻ പറ്റിയ സാധനമാണ് കേട്ടോ. ഇത് ബിൽഡിംഗ് ബ്ലോക്ക് പോലെ തന്നെ, അതേപോലെ തന്നെ വേറൊരെണ്ണം. ഇതിൻ്റെ പേരെന്താ, മാഗ്നറ്റിക് ടൈൽസ് അല്ലേ. 66 പീസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് വെച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നോക്കി കളിച്ചിങ്ങനെ ഇരുന്നോളും. അത് ഇടയ്ക്ക് കിട്ടാതെ വരുമ്പോഴാണ് ഇവിടെ ഈ കരച്ചിലും ബഹളമൊക്കെ നടക്കുന്നത്. കാറൊക്കെ എന്തിയെ കുഞ്ഞിൻ്റെ, ടോയ്സൊക്കെ എന്തിയെ. ഇതിനൂടെ കുറേ കാറും ഉണ്ടായിരുന്നു. എന്തിയെ കാറൊക്കെ എന്തിയെ.
എല്ലാം കളിപ്പാട്ടത്തിനകത്തുണ്ടെന്ന് തോന്നുന്നു, അവിടെ എങ്ങാണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കളിപ്പാട്ടമുണ്ട്, കുറേ ടോയ്സ് ഉണ്ട്. അതെല്ലാം ഓരോ ബാസ്ക്കറ്റിലൊക്കെ ആക്കി നമ്മളിങ്ങനെ വെച്ചിരിക്കുക. കുറേ കാറും ഉണ്ട്, കുഞ്ഞു കുഞ്ഞു നമ്മുടെ ഹോട്ട് വീലറൊക്കെ പോലത്തെ കാറില്ല, അതേപോലത്തെ കാറുകളും ഉണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ എല്ലാ ജോലികളും തീർന്നു കേട്ടോ. മോൻ്റെ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും എല്ലാം പൊതിഞ്ഞ്, പിന്നെ മോളുടെ പൊതിയാനുണ്ട് കേട്ടോ. അത് ഞാൻ അടുത്ത ദിവസം തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ അത് ഞാൻ എൻ്റെ കിച്ചണിലെ ജോലികളെല്ലാം തീർത്തു കേട്ടോ. കറികളെല്ലാം ഉണ്ടാക്കി ആ ഒരു ഭാഗം നല്ല ക്ലിയർ ആക്കി കേട്ടോ. കിച്ചണും നല്ലതായിട്ട് വൃത്തിയാക്കി. ഇനി എനിക്ക് ജോലികളും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. ഇനി അങ്ങനെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ കാണുമെന്ന് വിചാരിക്കുന്നു, അതെല്ലാം നമുക്ക് വഴിയെ എല്ലാം മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.